പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എൻ്റെ മരുമകളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഇനി എൻ്റെ മകന് ഇങ്ങനെ ഒരു ഭാര്യയും വേണ്ട, എനിക്ക് ഇങ്ങനെ ഒരു മരുമകളും വേണ്ട എന്ന് പറയാണ് കേട്ടോ. ഇറങ്ങിപ്പോയിക്കോണം എന്ന് പറയാണ്. അപ്പോൾ ഇവളുടെ കാര്യം പറയാൻ ഞാൻ ആരെയല്ലോ എന്ന് പറയുന്ന സമയത്ത് അവ പറയുന്നുണ്ട് നീയും പോയിക്കോണമെന്ന്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോയില്ല, ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. നീ എൻ്റെ കഴുത്തിലൊരു താലി കെട്ടിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ആ താലി കെട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കള്ളങ്ങളൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ പക്ഷേ നീ അതിലും വലിയ മുന്നേ തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ താലി ഇങ്ങനെ കാണിച്ചാൽ മാത്രം പോരാന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് തന്നെ അടിച്ചിറക്കിയാലും പോവില്ല എന്നിങ്ങനെ അബിനോടാണെങ്കിലും പറയുകയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അബിക്കൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. തിരജയ്ക്കാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട്. വളകാപ്പിന് നിന്നെ വിളിച്ചുകൊണ്ട് പോകാനല്ലേ ഇവള് വന്നത്, മര്യാദയ്ക്ക് പോയിക്കോണം എന്നൊക്കെ പറയുന്നുണ്ട്. അനന്തപുരി തറവാട്ടിലേക്ക് തെറിച്ച് വീണ ചെളികളാണ് നിങ്ങൾ പോയ ശേഷം ഇവിടെ നിന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കണം എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ജലജ. അപ്പോൾ എന്ത് പറഞ്ഞാലും നവ്യ പോവില്ല തന്നെയാണ് കേട്ടോ പറയുന്നത്. പിന്നീട് കനകയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കാലൊക്കെ പിടിക്കുന്നുണ്ട്. സത്യത്തിൽ അത് അവർ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പറയുന്നുണ്ട് സത്യത്തിൽ ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ട് കേട്ടോ, അതാണ് സത്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ 2 മക്കളെയും വിളിച്ചുകൊണ്ട് പോയിക്കോളാം, പക്ഷേ ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശന് ഇതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു സങ്കടത്തോടൊക്കെയാണ് കേട്ടോ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ജലജയാണെങ്കിലും ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. തുടങ്ങി അഭിനയം, നീയായിരിക്കും നിന്റെ മോക്ക് ഇങ്ങനെ ഒരു മൂത്ത മോക്ക് ഇങ്ങനെ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്ത് എൻ്റെ മകൻ്റെ തലയിൽ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിലും കനക ഒരു സത്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു അതാണ് സത്യം എന്നൊക്കെ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എത്ര ബോധം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യാണ് കേട്ടോ. പോയിക്കോണം രണ്ടുപേരും ഇവിടുന്ന് എന്നുള്ള രീതിക്ക് അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യ എന്തായാലും അവിടുന്ന് പോയില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അബിൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് കേട്ടോ നവ്യം പറയുന്നത്. എന്നെ ഇവിടെ അടിച്ചിറക്കിയാലും മരിച്ചാലും ഞാൻ പോവില്ല എന്ന് പറയും കേട്ടോ. ഇവിടെ കിടന്ന് മരിച്ചാലും ഞാൻ പോവില്ല, അമ്മയ്ക്കൊപ്പം വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനയ്ക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇവളൊറ്റൊരുത്തി കാരനാണ് എൻ്റെ നയനമോൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത് എന്നൊക്കെ ഇങ്ങനെ കനകയും ഗോവിന്ദനും കൂടി പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നയന പറയുന്നുണ്ട് ഞാൻ കള്ളം പറയില്ല എന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും നന്നായിട്ട് അറിയാം, പക്ഷേ എനിക്കിവിടെ വലിയൊരു കള്ളം ഇങ്ങനെ മറച്ചു വെക്കേണ്ടി വന്നു. എനിക്ക് അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഞാനെന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടപ്പിറപ്പുകൾക്കും വേണ്ടിയിട്ട് മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് ചെയ്യേണ്ടി വന്നതെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ ഇത്രത്തോളം കൊണ്ടെത്തിച്ചിട്ട് ഇനിയിപ്പോൾ നീ സംസാരിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് നയനെ പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം പോയിക്കോളാം, ചേച്ചി വരണില്ലെങ്കിൽ വരണ്ട എന്നൊക്കെ പറയണം. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ മൂർത്തി സാറോട് പറയുന്നുണ്ടായിരുന്നു സാറിന് എന്നെ വേണമെങ്കിൽ അടിക്കാം, അതിനുള്ള എല്ലാ ഇതും സാറിനുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ഇതറിഞ്ഞ് ചെയ്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറച്ചെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇങ്ങനെ വരേണ്ടതാണ് നവ്യം, പക്ഷേ അവൾക്ക് അതില്ലാന്ന് തോന്നുന്നുണ്ട്, അത് ഈ പ്രവൃത്തി കൊണ്ട് അവൾ തെളിയിക്കുകയാണ് എന്നൊക്കെ പറയാനുണ്ടോ. അപ്പോൾ നവ്യ എന്തായാലും പോവില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നൈന കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ എല്ലാവരോടും യാത്ര പറഞ്ഞൊക്കെ ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിലും ഇനിയിപ്പോൾ ആരും തിരിച്ചു വിളിക്കാനൊന്നും നിൽക്കണ്ട എന്നുള്ള രീതിക്ക് ദേവയാനി ആദർശമൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ഒരിക്കലും അവളെ തിരിച്ചു വിളിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുന്നേ മുത്തശ്ശിനോടും ആദർശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, മുത്തശ്ശി ഇനി അവൾ പോകാൻ നിൽക്കുമ്പോൾ തിരിച്ചു വിളിക്കരുത്, ഇനി എനിക്ക് അവളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല എൻ്റെ അമ്മയ്ക്ക് എന്നൊക്കെ പറയാണ്ട് എൻ്റെ മനസ്സിൽ ഇനി അവിടെ ഇല്ല എന്ന് തന്നെ പറയണം. അങ്ങനെ ഞാൻ യാത്രയ്ക്ക് പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് മുത്തശ്ശനാണെങ്കിലും അവിടെ ഇങ്ങനെ കുഴഞ്ഞു വീഴുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് എല്ലാവരും. അപ്പം പനി പറയുന്നുണ്ട് ഏട്ടത്തി പോകുന്ന കണ്ടിട്ടാണ് മുത്തശ്ശൻ കുഴഞ്ഞു വീണത്, ദൈവം ഇതിപ്പോൾ പോകരുത് ഏട്ടത്തി എന്ന് പറയാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശന് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അവിടെ ഇരുത്തുന്നുണ്ട്. നാനിയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ പോവാതെ. അപ്പോൾ മുത്തശ്ശൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ തളർച്ച ഒരുപാടാണ്, മനസ്സെത്തുന്നിടത്ത് ഇങ്ങനെ ശരീരം എത്തുന്നില്ല, അതെല്ലാവരും മനസ്സിലാക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യാണ് കേട്ടോ. പിന്നീട് നയന വന്നിട്ടാണെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അനന്തപുരി തറവാട് എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ. അപ്പോൾ അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറി ഞാൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ കയറിയിട്ടില്ല. അങ്ങനെയല്ല, അനന്തപുരി തറവാടിൻ്റെ മരുമകളാകാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് വലിയൊരു സംശയം ഉണ്ടായിരുന്നു ഇവരുടെ എല്ലാവരെയും എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത്. പക്ഷേ
മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആ സംശയം ഇല്ലാതാക്കി കഴിഞ്ഞു. പിന്നീട് എനിക്ക് മനസ്സിലായി അനന്തപുരിയുടെ അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെയും വളർച്ച ഈ മുത്തശ്ശനും മുത്തശ്ശിയാണ് എന്നുള്ളതൊക്കെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്തും ജലജ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, തുടങ്ങി അവളുടെ കഥ പറച്ചിൽ. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതിൽ തന്നെ സംസാരിക്കുകയാണ് കേട്ടോ ജലജയാണെങ്കിലും. അപ്പോൾ ഞാൻ എന്തായാലും പോകാൻ പോവല്ലേ, അവസാനമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം തന്നൂടെ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നവ്യ എന്തായാലും പോകാനുള്ള ഇതൊന്നുമില്ല. അപ്പോൾ അഭിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു ഉളുപ്പില്ലെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നവ്യ വരില്ല എന്ന് പറയുന്ന സമയത്താണെങ്കിലും കനകയാണെങ്കിലും എനിക്ക് പോയി ചത്തൂടെ, മറ്റുള്ളവരതും കൂടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് നവ്യനോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന വന്നിട്ട് പിടിച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യാണെങ്കിൽ എന്തായാലും കൂടെ പോവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളപ്പോൾ ഞാൻ കൂടെ പോവില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. പിന്നീട് നയനയാണെങ്കിലും മുത്തശ്ശിയുടെ ഒക്കെ കാല് തൊട്ട് വന്നിച്ച് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നയന പോവാന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശനൊക്കെ ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ. അപ്പോൾ ദേവയാനിയാണെങ്കിലും നയനെ അവിടെ നിന്ന് ഇറക്കിയേ പറ്റുള്ളൂ എന്നുള്ളതിൽ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ദേവയാനിയോടാണെങ്കിലും നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇവിടുന്ന് പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമ്മയാണ്. അപ്പോൾ എന്തായാലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അമ്മ എന്തെങ്കിലും ഒരിക്കലും എന്നെ മനസ്സിലാക്കും എന്നുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ അതിൽ പിടിച്ചു നിൽക്കുന്നതിൽ കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നയന ഇറങ്ങാനൊക്കെ തുടങ്ങുന്നത്. ഗോവിന്ദനാണെങ്കിലും നയനയോട് നമുക്ക് പോകാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിലും ആദർശാണെങ്കിലും ഇങ്ങനെ ഉറച്ചനെ നിൽക്കാണ്ട് പോകേണ്ടവർക്കൊക്കെ പോവാം, ഇനിയിപ്പോൾ ആരും ഇവിടെ പിടിച്ചു വെക്കാനും നിൽക്കുന്നില്ല, പോകണ്ടെന്നൊന്നും ആരും പറയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു സങ്കടമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് എല്ലാവരും അങ്ങ് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയൊക്കെ ചെയ്യാണ്. കനയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് കേട്ടോ, നവ്യ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു, സങ്കടമൊക്കെ ഉണ്ട്. പിന്നീട് അങ്ങനെ എന്തായാലും മോളെ നമുക്ക് പോകാമെന്ന് പറയാണ് കേട്ടോ. പിന്നീട് നവ്യ പോകുന്നില്ല എന്ന് കാണുന്ന സമയത്ത് അഭിക്കാണെങ്കിലും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പിന്നീട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഇവളുടെ മനസ്സ് എന്നാണോ മാറുന്നത് അന്ന് വീട്ടിലേക്ക് കൊണ്ടുവിട്ട മോനെ, ഇവള് അവിടെ അധികപ്പറ്റ് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ, ഞങ്ങളുടെ മോളല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവരവിടുന്ന് പോകാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ അവർ പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് മുത്തശ്ശൻ ഇങ്ങനെ അവിടെ എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്ന് ആ സ്വാമിജി പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. വിവാഹ സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ സാറിൻ്റെ ഇങ്ങനെ മൂത്ത മോൻ്റെ ഭാര്യയായിട്ട് വന്നിട്ടുള്ള കുട്ടി ലക്ഷ്മി കടാക്ഷമുള്ള കുട്ടിയാണ്, അത് ഒരു പ്രത്യേക മുഹൂർത്തത്തിലാണ് 33 ദേവഗണങ്ങൾ സംഗമിക്കുന്ന സമയത്താണ് അവരുടെ വിവാഹം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി കടാക്ഷമുള്ള കുട്ടിയാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയാണെന്ന് മുത്തശ്ശനും സമ്മതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പല സമയത്തും പലതിലും ഇങ്ങനെ കഴിവ് തെളിയിച്ചിട്ടുള്ള കുട്ടി തന്നെയാണ് നയനമോൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സാറിൻ്റെ കൊച്ചുമോനും മരുമോളും തമ്മിൽ ഇങ്ങനെ ഒരു പൊരുത്തക്കേടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. സാറിൻ്റെ കൊച്ചുമോൻ ഇപ്പോഴും അവൻ്റെ ഭാര്യേനെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ അത് എനിക്കും തോന്നിയിട്ടുണ്ട് എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു. ആ മോള് അനന്തപുരിയിലേക്ക് വലതുകാല് വെച്ച് കയറിയപ്പോൾ തന്നെ അവിടെ ഇങ്ങനെ സാറിൻ്റെ കൊച്ചുമോന് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറയാൻ കേട്ടോ. കൊച്ചുമോന് മാത്രമല്ല നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇതിനെല്ലാം തന്നെ നല്ല നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ മുത്തശ്ശനാണെങ്കിലും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് മോള് നല്ല ലക്ഷ്മി കടാക്ഷമുള്ള കുട്ടിയാണെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, മോള് ഇങ്ങനെ ഒരേ സമയത്ത് പല ഇതിലും ഇങ്ങനെ കഴിവ് തെളിയിച്ച കുട്ടിയാണെന്നൊക്കെ പറയാണ്. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറഞ്ഞത്, ആ മോൾ എന്തെങ്കിലും വീട് വിട്ട് പോവുകയാണെങ്കിൽ ആ കുട്ടിയെ കാല് പിടിച്ചിട്ടായാലും തിരിച്ച് വിളിക്കണം. അങ്ങനെ ആ മോള് വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ഇങ്ങനെ ഇത് തറവാടിൻ്റെ ഇതെല്ലാം പോകുന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് സാറിന് മനസ്സിലായാലോ, ലക്ഷ്മി ദേവിയെ തൂത്ത് കളഞ്ഞാൽ അകത്ത് മൂദേവി കയറില്ലേ, അതാണ് പറഞ്ഞതെന്ന് പറയട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ചെല്ലിയാണ് കേട്ടോ. നയന പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരിക്കും. അപ്പോഴാണ് ഇങ്ങനെ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശനാണെങ്കിലും അവിടെ വീഴാനായിട്ട് തുടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് അവളെ പോകാനും സമ്മതിക്കൂലേ എന്നിങ്ങനെ ജലജ ഇങ്ങനെ ദേഷ്യത്തോടെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ വീഴാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടാന്ന് പറയാണ്. അപ്പോൾ നയന ഓടി വന്നിട്ട് എന്താ മുത്തശ്ശാന്ന് വെച്ചിട്ട് മുത്തശ്ശൻ്റെ തോളിലേക്ക് അങ്ങ് കിടന്ന് കരയാണ് കേട്ടോ. അപ്പോൾ പ്രത്യക്ഷത്തിലും മോളൊരു തെറ്റും ചെയ്തിട്ടില്ല, നവ്യാണ് തെറ്റെല്ലാം ചെയ്തത്, അതിൻ്റെ കൂടെ അഭിയും തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടല്ലേ മോൾക്ക് ഇങ്ങനെ ഒരു ഇതിന് കൂട്ടി നിൽക്കേണ്ടി വന്നത്. നേരെ നിറയുള്ള മോളെ കൊണ്ട് പോലും നവ്യ തെറ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ താലി മാത്രം കാണിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യം നവ്യക്കില്ലായിരുന്നു അങ്ങനെ പറയാണ്. എന്തായാലും വിവാഹം കഴിഞ്ഞ ശേഷമെങ്കിലും അത് തുറന്നു പറയായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല, മോൾ ഇവിടുന്ന് പോകണ്ട എന്നുള്ളതിൽ അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോള് ഇവിടെ ഇങ്ങനെ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് പല ചടങ്ങുകളും നടന്നപ്പോൾ മോള് ഉള്ളിൽ തീയായിട്ടാവും ഇവിടെ നിന്നിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അത് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ.
അപ്പോൾ ജലജിക്കാണെങ്കിലും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള മോള് ഇവിടുന്ന് വീട് വിട്ട് പോകാൻ പാടില്ല എന്ന് തന്നെ മുത്തശ്ശൻ തർപ്പിച്ച് പറയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ പോയിക്കോളാം എന്നിങ്ങനെ ദേവയാനി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തല മുതിർന്നവരെ ധിക്കരിക്കേണ്ടെന്ന് വിചാരിച്ച് ഇതുവരെ ഇങ്ങനെ അനുസരിച്ചുകൊണ്ട് നിന്നു. ഇനിയിപ്പോൾ എന്തായാലും അത് ഇങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ആണെങ്കിലും ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ജലജി ആണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കാര്യം പോട്ടെ എന്ന് വെക്കാം, ഈ വീട്ടിലേക്ക് വന്ന അച്ഛൻ്റെ മൂത്ത മരുമോളല്ലേ ഏട്ടത്തി, അപ്പോൾ ഏട്ടത്തിനേക്കാൾ എന്ത് പ്രാധാന്യമാണ് നയനയ്ക്കില്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നീട് ജലജ പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് സഹിച്ചു, ഇനിയിപ്പോൾ എന്തായാലും രണ്ടിനെ സഹിക്കാൻ പറ്റില്ല, ഇവിടെ നിർത്താൻ പറ്റില്ല എന്നുള്ളതിലൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ജലജയോടാണെങ്കിലും മുത്തശ്ശൻ ദേഷ്യപ്പെടുന്നുണ്ട്. അത് പറയാൻ നീ ആരാന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആര് വീട് വിട്ട് പോയാലും എന്തായാലും നൈനമോൾ ഇവിടെ കാണുന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് മുത്തശ്ശൻ ഇങ്ങനെ എല്ലാവരോടുമായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ദേവേനിക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തോടു കൂടി എൻ്റെ വീട്ടിലെ ജീവിതം അവസാനിച്ചു എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പുറത്ത് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി ഇങ്ങ് പറയുന്നുണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട്. അപ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത്, ആര് വീട് വിട്ട് പോയാലും കുഴപ്പമില്ല, നൈനമോൾ എന്തായാലും ഇവിടെ തന്നെ കാണുന്നുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് കേട്ടോ മുത്തശ്ശൻ. അപ്പോൾ അതിങ്ങനെ ദേവേനി പറയുന്ന സമയത്ത് നൈനയാണെങ്കിലും ഇങ്ങനെ ആദർശനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്.